ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു വൻപയർ തോരനാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 6 മണിക്കൂർ കുതിർത്തിട്ട വൻപയർ, അതായത് ഹാഫ് കപ്പ് എടുക്കണം. ഇത് നന്നായിട്ട് കുതിർത്തതുമായിരിക്കണം, അപ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല കുതിർത്തതാണെങ്കിൽ. അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ എടുക്കുക, അതുപോലെ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 3 ഗാർലിക് പീസസ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വയ്ക്കുക. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. വേറൊരു ചെറിയ പാത്രം അടുപ്പത്തിലേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, അതുപോലെ ചുവന്നുള്ളി, ചുവന്ന മുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വെന്ത് വെച്ചിരിക്കുന്ന വൻപയർ തോരനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രുചികരമായ തോരനാണ് വൻപയർ തോരൻ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും സാധിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.